എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 15-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈർമയി സുരസരിതോഗ പ്രഖ്യാചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യേ നഗാദേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. മമ എൻ്റെ, ഗുണഗണ ഗുണഗണങ്ങളെയും. ഏതൊക്കെയാ ഭഗവാന്റെ ഗുണഗണങ്ങൾ? ഭക്തവാത്സല്യം, ദുഷ്ടനിഗ്രഹം, സജ്ജന സംരക്ഷണം എന്നിവ. ലീലാകർണനൈ കീർത്തനാദ്യൈ, ലീലകളെയും കേട്ടും നാമസങ്കീർത്തനം, സ്വരൂപധ്യാനം എന്നിവ ചെയ്തും. ലീലകളെ കേട്ടും. മയി എന്നിൽ, സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി, ഗംഗാപ്രവാഹം പോലെയുള്ള ചിത്തവൃത്തിയാകുന്ന. എന്താ ഗംഗാപ്രവാഹത്തിൻ്റെ പ്രത്യേകത? അത് ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കും. അതായത് ഭഗവാനോടുള്ള ഭക്തി ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ഉത്കൃഷ്ട ഭക്തി അല്ലെങ്കിൽ പരമമായ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിത്തവൃത്തി, അതായത് നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം? ഗംഗാപ്രവാഹം പോലെ ഭഗവാനിലേക്കുള്ള ഭക്തി നിറഞ്ഞതായിരിക്കണം. ഭവതി പരമഭക്തി, അങ്ങനെയുള്ള പരമമായ ഭക്തി ഭവിക്കുന്നു, ഉണ്ടാകുന്നു. സാ ഹി മൃത്യോ വിജേത്രി, ആ ആരാധനാ മനോഭാവമാണെങ്കിലോ മരണത്തെ ജയിക്കുന്നു. ഇനി ഇതുവരെയുള്ള എല്ലാ ശ്ലോകങ്ങളും അവസാനിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. വീണ്ടും പറയാണ്. കപിലതനുരിതിത്വം ദേവഹൂത്യൈ നഗാദി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഭക്തവാത്സല്യം, സജ്ജന സംരക്ഷണ വ്യഗ്രത, ദുഷ്ടനിഗ്രഹം മുതലായ എൻ്റെ ഗുണഗണങ്ങൾ ഉരുവിടുന്നതും കീർത്തനം, സ്തോത്രം എന്നിവ വഴിപോലെ നിർവഹിക്കുന്നതും മൂലമായി ദേവലോകത്തു നിന്നുത്ഭവിക്കുന്ന ഗംഗാനദിയിലെ ജലപ്രവാഹം പോലെയുള്ള ആരാധനാ മനോഭാവം എന്നോടുള്ള പരമമായ ഭക്തിയായി മാറുന്നു. ജനിമൃതി നിർഭരമായ ഇഹലോക ബന്ധങ്ങളെ ജയിക്കുന്നത് അത് മാത്രമാണ്. എന്നിപ്രകാരം കപില ശരീരം പൂണ്ട അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു. ഇവിടെ ഗംഗാപ്രവാഹം പോലെയുള്ള ഭക്തി ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പം അതിനെന്താ ചെയ്യുക? അങ്ങനെ ഉണ്ടാവാൻ ഭഗവത് കഥകൾ അങ്ങനെ കേൾക്കുക, അതിനാണ് ശ്രവണം എന്ന് പറയുന്നത്. കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ കഥകൾ കീർത്തിച്ചങ്ങനെ പറയാൻ തോന്നും. അതിനാണ് കീർത്തനാദികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഭക്തിയുടെ 9 പടികളെക്കുറിച്ച് രാമായണം പറയുന്നുണ്ട്, ഭഗവത്ഗീത പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ നാരായണീയത്തിലും പറയുന്നുണ്ട്. ഈ പടികൾ അങ്ങനെ ക്രമത്തിൽ കയറി കയറി നമ്മൾ എങ്ങോട്ടെത്തണം? ഭഗവാനിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരണം. ഇവിടെ 3-ാം ദശകത്തിൽ ഇതിനെക്കുറിച്ച് വർണ്ണിച്ചിരുന്നു. കുറേ കേട്ട് കഴിയുമ്പോൾ, കീർത്തിച്ച് കഴിയുമ്പോൾ ആ പരമമായ ഭക്തി നമുക്ക് ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ നമ്മളെല്ലാം പേടിക്കുന്നത് എന്തിനെയാ? മരണത്തിനെയാണ്. ആ ജനന മരണാദികളായ സംസാര ക്ലേശങ്ങളെ എല്ലാം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടക്കാനുള്ള ഭക്തി നമുക്കുണ്ടാകും. അതുകൊണ്ട് ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും ഏറ്റവും ഉത്കൃഷ്ടം ഭക്തിയോഗം തന്നെയാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ് ഭട്ടേരിപ്പാട് ഈ കപിലസ്വരൂപനായ ഭഗവാനിലൂടെ. ഹരേ കൃഷ്ണ.